പത്മാവതി അമ്മ, കാർത്തിക. അതെ. ഈശ്വര ദേവി. ഇന്ന് പിറന്നാള് അല്ലേ? അതെ. തനിയേ ഉള്ളൂ? ആ, കൂട്ടായിരുന്നില്ലേ ആരെങ്കിലും? എന്തിന്? ഒന്നിനെ കോണം പോന്ന മോനും അവന്റെ ഭാര്യയല്ലേ എൻ്റെ കൂടെ ഉള്ളൂ. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള തിരക്കുകൾ. അമ്പലത്തിലേക്ക് കൂട്ടുവിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും ഭഗവാനെ കാണാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് വരണതാ നല്ലത്. ഉള്ളു തുറന്ന് അങ്ങടും ഇങ്ങടും എന്തെങ്കിലുമൊക്കെ പറയാലോ. വരട്ടെ. നാരായണ. സമയത്തിന് വരിക എന്നുള്ളത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക. ഇന്നെങ്കിലും നേരത്തെ വരണമെന്ന് പറഞ്ഞിരുന്നല്ലേ ശൗന്തളെ? ഒന്നും പറയണ്ട എൻ്റെ അമ്മേ, ഓരോ ദിവസഫലം. ഇതിപ്പോ ഒരു ദിവസമൊന്നും അല്ലല്ലോ, നിത്യം ഇങ്ങനെ തന്നെയല്ലേ? അത് തന്നെയാ പറയണേ. എന്നും ഇങ്ങനെ കഷ്ടപ്പെടണമെന്ന് യോഗ ആയാല് എന്താ ചെയ്യാ? പുലർച്ചയ്ക്ക് വന്ന് നിന്നതാ ബസ് സ്റ്റോപ്പില്. ഒരൊറ്റ ബസ് നിർത്തണ്ടേ? അവിടെ നിന്നും അവസാനം ഒരു ടെമ്പോ കിട്ടി. ഓ, എന്റെ ഭാഗ്യത്തിന് നിർത്തിയതാന്ന് പറഞ്ഞാ മതിയല്ലോ. അതിലാന്ന് വെച്ചാല് കാല് കുത്താ സ്ഥലമില്ല. ഇപ്പതാ നടു വേദനിച്ചിട്ട് വയ്യ. എന്റെ തിരുതാലിക്കാവിലമ്മേ. ബംഗ്ലാവിലെ ത്രേസ്യാമ്മയുണ്ട്, ആളയച്ചു വിളിച്ചിരിക്കണു. ഒരു 2 ദിവസം അവിടെ ചെല്ലുമെന്ന് ചോദിച്ചിട്ട്. എങ്ങനെ ചെല്ലാനാ? 7 മുതൽ 11 വരെ ഇവിടെ. അത് കഴിഞ്ഞാ 2 വരെ വിശ്വനാഥ മുതലാളിയുടെ വീട്ടില്, 2 മുതൽ 6 വരെ ദേവകി ശാരസ്യാരുടെ അവിടെ. 100 ഉറുപ്പിക ജാസ്തി തരാന്ന് പറഞ്ഞു. ഉറുപ്പിക വരും പോകും. അങ്ങനെയാണോ സ്നേഹബന്ധങ്ങള്? കഴിഞ്ഞ 12 കൊല്ലായിട്ട് ഇവിടുത്തെ ഉപ്പും ചോറുവാ ഞാൻ തിന്നണേ. അതിന്റെ നന്ദി വേണ്ടേ എനിക്ക്? ഒരു ദിവസം, ഒരൊറ്റ ദിവസമെങ്കിലും എന്നെ കുറ്റം പറയാത്തതായിട്ടുണ്ടോ ഇവിടെ? ഞാൻ എന്ത് പറഞ്ഞു നന്ദി പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒക്കെ ഞാൻ മനോരാജ്യം കണ്ടതാ. അതല്ലേ ഇപ്പൊ പറഞ്ഞു വരണത്. ഇല്ലാത്തത് ഉണ്ടാക്കി പറയാ. കാര്യം എന്താന്ന് പറഞ്ഞു. ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ ഇനി ആദ്യം വിസ്തരിക്കണോ അല്ലേ? എനിക്ക് മനസ്സിലാവുന്നു. മനസ്സിലാവില്ല. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവില്ല. വല്ലതും പറയാനുണ്ടെങ്കിൽ മനസ്സിലാവുന്ന പക്ഷെ പറയാം. ഞാനൊരു സാഹിത്യ ഭാഷയിൽ പറയണമായിരിക്കും. ബംഗ്ലാവിലേക്ക് സരോജോ പങ്കജോ പൊയ്ക്കോട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? കഴിയുമോ അമ്മേ? അമ്മ എന്താ രാവിലെ തന്നെ ഒരു ഉന്മേഷം ഇല്ലാണ്ട് ഇത്തിരി ഉത്സാഹത്തോടെ ഇരുന്നൂടെ? ഇതെന്താ സ്വപ്നം കാണുക രാവിലെ തന്നെ? അസലായിട്ടുണ്ട്. നീ പോയി നിന്റെ ജോലി നോക്കൂ.
നൂറുകൂട്ടം കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ. അതിനിടെ ഇങ്ങനെ പെരുവൃത്ത് പറഞ്ഞാൽ അതെ, ഞാനൊന്നും മിണ്ടാനും പാടില്ലല്ലോ. 100 കൂട്ടം കാര്യങ്ങളൊക്കെ ആ തലയിൽ മാത്രം. എന്റെ തലയിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ ഒരു വസ്തു. മീരെ, നീ രാവിലെ തന്നെ അതിനിവിടെ രാവും പകലും എന്നതിന് എന്താ വ്യത്യാസം? ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയല്ലേ? വടി കൊടുത്ത് അടി വാങ്ങാന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോ ചായ. നീ ചായ കുടിക്കൂ, ഞാൻ പോയി നോക്കാം. ഹലോ. ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മേ. ആഹാ, അമൃത, എന്തൊക്കെ ഉണ്ടമ്മോ? അവിടെ പിറന്നാളുകാർക്കല്ലേ വിശേഷങ്ങള്? ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. ആ, വരണില്ലേ ഇങ്ങടെ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ. എന്തൊക്കെയാ അമ്മേ? രാധേട്ടെന്താ ഇന്ന് രാവിലെ കയറി വന്നേ ഉള്ളൂ ടൂറ് കഴിഞ്ഞിട്ട്. എന്തായാലും വരാൻ നോക്കാം. വരാം അമ്മേ, ഇന്ന് ഉച്ചയ്ക്ക് വരാം. അത് പറയാൻ പറ്റില്ല. എന്തായാലും വരാം. ശരി ശരി അമ്മേ. നമ്മൾ പോണുണ്ടോ അമ്മ അമ്മമ്മയെ കാണാൻ? പോണം, പോവാം. അമ്മേ, ഇൻസുലിൻ. ഫോൺ. ആരാ നോക്ക്. അമ്മ ഒന്ന് പിടിച്ച്. ഹലോ. ചെന്നെടുത്തോളൂ. ആരാ? ഏതോ ആരാധിക, അല്ലാണ്ട് ആരാ? നേരിട്ടങ്ങ് എടുത്താ മതിയായിരുന്നല്ലോ. ഇന്ന് 2 യൂണിറ്റ് ജാസ്തി എടുത്താലോ? അതെന്തിനാ? ഇത്തിരി പായസം കഴിക്കായിരുന്നു. വേണ്ട, അതൊന്നും വേണ്ടമ്മേ. അധികം എടുത്തിട്ട് ഇനി അത് കുഴപ്പമായാലോ? ഓർമ്മിച്ച നന്നായി. ഞാൻ എത്തിക്കോളാം. വേണ്ട വേണ്ട, കാർന്ന് വയ്ക്കണ്ട. ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ എത്തിക്കോളാം. എന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ ഹാജരാക്കാനാണെങ്കിൽ അയച്ചോളൂ. ഒന്നും വേണ്ട കുട്ടി, ഐ വിൽ ബി ദയർ. മോനെ സത്യ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ നീ? നോക്കട്ടെ അമ്മേ. ഇന്നെന്റെ പിറന്നാളാ. എല്ലാ കൊല്ലവും ഉള്ളതല്ലേ അത്. എല്ലാ കൊല്ലവും പ്രാർത്ഥിക്കും അടുത്ത കൊല്ലം ഉണ്ടാവില്ലേന്ന്. എന്നാലും വരും ഒരു പിറന്നാള്. ആഘോഷിക്കാൻ പറ്റാത്ത പിറന്നാളുകള് പിന്നെയും പിന്നെയും എന്തിനാണാവോ വരണത്? കഥയും കവിതയും സാഹിത്യവുമായിട്ട് ഒരു വീക്കിൽ നിലനിർത്താനാവില്ല സത്യനാഥ്. എത്ര കൊലകൊമ്പൻ്റെ ആയാലും കഥയൊന്നും ആർക്കും വേണ്ട ഇക്കാലത്ത്. കവിതയ്ക്ക് മാർക്കറ്റ് ഇല്ലാതായിട്ട് എത്രയോ കാലമായി. അതിപ്പോൾ നമ്മുടെ മാഗസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പറഞ്ഞിരുന്നാൽ ഇതിൻ്റെ ഉടമസ്ഥന്മാർ നമ്മളെ പിടിച്ച് പുറത്താക്കും. സർക്കുലേഷൻകാർ മുറുമുറുത്തു തുടങ്ങി. കഴിഞ്ഞ 3 മാസമായിട്ട് 10,000 കോപ്പിയാണ് ഡ്രോപ്പായത്. അറിയോ? ചൂടും പുകയുള്ള എന്തെങ്കിലും ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ 3 മുഖ്യമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു RP ജോസഫ്, കേട്ടിട്ടുണ്ടോ താൻ? PRDയിലെ അദ്ദേഹം റിട്ടയർ ചെയ്തില്ലേ? ചെയ്തിട്ട് 10 വർഷമായി. 70-നോടടുത്തിട്ടും മനസ്സിൽ തീക്കുണ്ടങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാൾ. അയാൾ ഒരു സർവീസ് സ്റ്റോറി എഴുതാമെന്ന് ഏറ്റിട്ടുണ്ട്, നമുക്ക് തരാമെന്നു. ഞാൻ അത്രയ്ക്ക് നിർബന്ധിച്ചുകൊണ്ടാ അങ്ങേരെ എഴുതാമെന്ന് സമ്മതിച്ചത്. രാഷ്ട്രീയത്തിലെ പല പൊള്ളുന്ന സത്യങ്ങളും കഥയിലുണ്ടാവും. പല മുഖംമൂടികളും പൊഴിഞ്ഞു വീഴും. പത്രങ്ങളിൽ മുമ്പ് ഒരു വിവാദം ഉണ്ടായത് ഓർമ്മയുണ്ട്. അതൊരു ചെറിയാണല്ലേ. കരിമൂർഖന്മാരും രാജവമ്പാലകളും ഇനിയുമുണ്ട് അങ്ങേരുടെ മാളത്തിൽ. അതൊക്കെ എഴുതിയെടുക്കാൻ ഒരാളെ അയക്കണം. ആരുണ്ട് അതിന് പറ്റിയ ഒരാൾ? മനോജനെ വിട്ടാലോ? ആവാം, പക്ഷേ തൻ്റെ ഒരു ക്ലോസ് ഫോളോ അപ്പ് ഉണ്ടാവണം. അതുണ്ടാവും. ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ല. ഡൽഹിയിലൊരു സെമിനാർ. അതിനിടയിൽ താൻ ഇതിനൊരു നല്ല പ്രൊമോ ഏർപ്പാട് ചെയ്യേ. ഒരു 4 ആഴ്ച പ്രൊമോ പോട്ടെ,
അതിനുള്ളിൽ നമുക്കൊരു 10 ചാപ്റ്റർ കിട്ടണം. അകത്തേക്ക് വരാമോ? ആ കവി വാ വാ. ആ അങ്ങോട്ടിരിക്കെ. അറിയില്ലേ കവി അറിയാം. കിളിമാനൂർ മധു. ആ വലിയ തിരക്കിലാണാവോ? ആ ഞാൻ നേരത്തെ വന്ന് നോക്കി, സാർ എത്തിയില്ല. ഇത്തിരി വൈകി, ഒരു ഫംഗ്ഷന്. അതും മനസ്സിലായി. സെന്റ് മേരീസ് കോളേജിൽ ആർട്സ് ക്ലബ് ഉദ്ഘാടനം. അതെങ്ങനെ മനസ്സിലായി? എനിക്കും ചില ചാരന്മാരൊക്കെ ഉണ്ട് സത്യം സാറേ. എന്റെ ഒരു കസിൻ ഉണ്ട് ആ കോളേജില്, സ്മിത. അവൾ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നു. ദിവസം എന്നാണെന്ന് പിന്നീടാ ഞാൻ ഓർത്തത്. ഓ, ആർക്കും ഗുണമില്ലാത്തൊരു ഏർപ്പാട്. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്നവർക്കും. ആ പറഞ്ഞത് മാത്രം ഞാൻ സമ്മതിച്ചു തരില്ല. സത്യസാറിന്റെ പ്രസംഗം കേട്ടാലും കേട്ടാലും മതി വരില്ല. ആരല്ലേ? ഇത് ഞാൻ പറയണതല്ല, സ്മിത. സാറിനെ കുറിച്ച് പറയുമ്പോ 5000 നാവ് അവൾക്ക്. 5000 നാവോ? 1000 നാവെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ 5000. അതും അവള് തന്നെ പറയണതാ. അനർഗളമായ വാഗ്ധോരണി, അനോപമമായ ബിംബങ്ങൾ, അതിശയകരമായ ആശയ വൈചിത്ര്യം. മതി. മതി എന്ന് പറഞ്ഞ അവള് പറഞ്ഞു നിർത്തണ്ടേ? എന്നിട്ട് സാറിന്റെ ആ കവിതയും ചൊല്ലും ഈണത്തില്. വരിക നിലാകാല പുഷ്പമേ, നീ നിന്റെ മൃദുതല കവിളിലെ ശീതള അല്ല, സ്പർശം. ഇങ്ങനെ കവിത ചൊല്ലി ഇരുന്നാ മതിയോ? ഓഫീസിൽ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, പകുതി തീർന്നിട്ടാ ഞാൻ വന്നത്. സാറിന് രാവിലെ വന്ന് കാണണത് ഒരു ഐശ്വര്യമാ. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ടായിരുന്നു. മുകുന്ദേട്ടന്റെ ആ പേഴ്സണൽ ലോൺ കാര്യത്തിന് ബാങ്കിലൊരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഓ സോറി, ഞാനതങ്ങ് വിട്ടുപോയി. നാളെ തീർച്ചയായിട്ടും. ഇതിപ്പോ 4ാമത്തെ നാളെയാ. ഇല്ലില്ല, നാളെ ഷുവറായിട്ടും. ലളിതയും മുകുന്ദനും നേരെ ബാങ്കിലേക്ക് വന്നോളൂ. ഞാൻ 9:45 അവിടെ എത്തും. ഉറപ്പാണല്ലോ? 100%. അല്ലെങ്കിൽ തന്റെ സ്മിതയുടെ ഭാഷയിൽ 500%. കോടക്കാർ മുകൾ വർണ്ണന നേരം രാധ എന്നൊരു ഹരിയുമായി നീല നീള വനത്തിൽ നടന്നും മേളമോടെ കളിച്ചു രസിച്ചും ആടിയും ചില ഗാനങ്ങളുമായി പാടിയും ചിലർ പുഷ്പമറുത്തും. അമ്മമ്മേ? ആ, അമ്മമ്മയുടെ മാസ്റ്റർ പീസ് ഇല്ലേ, അതാ എനിക്കിഷ്ടം. അതേതാ? സോജ രാജകുമാരി. അതൊന്നും വേണ്ട. വേണം വേണം. അമ്മമ്മ മറന്നുപോയി മോളെ. വേണ്ട, പാടിയത് മതി. പാട്ട് പാടിയാൽ ഇത് തരുള്ളൂ എന്ന് നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തത്? ബർത്ത്ഡേ കാർഡ്. ഇതിപ്പോ എന്തിനാ? ഇതൊക്കെ ഇപ്പൊ കുട്ടികളുടെ പുതിയ പരിഷ്കാര. ബർത്ത്ഡേ കാർഡ്, മദേഴ്സ് ഡേ കാർഡ്, ഫാദേഴ്സ് ഡേ കാർഡ്, എന്തിനും ഏതിനും കാർഡാ ഇപ്പൊ. എന്നാലും നീ ഊണൊക്കെ കഴിഞ്ഞിട്ടാ വന്നു എന്നുള്ളത് ശരിയായില്ല. വേണോന്ന് വെച്ചിട്ടല്ലമ്മേ. അവിടെ രാധേട്ടൻ ഊണ് കഴിഞ്ഞിട്ടേ കമ്പനി പോണുള്ളൂ എന്ന് പറഞ്ഞു. അവനെയും കൂട്ടായിരുന്നു. നല്ല ആളാ. 12:30 മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് വടിയുമേൽ പാമ്പ് പോലെ നിൽക്കുമായിരുന്നു. ഞാൻ കൂടെ ഇരുന്നില്ലേൽ ഉരുള ഇറങ്ങില്ല മൂപ്പർക്ക്. സത്യനും വന്നില്ല. ഞാനും മീരയും മാത്രം ഇരുന്ന് ഊണ് കഴിച്ചു. ഊണ് കഴിക്കാൻ എത്താന്ന് സത്യം ചെയ്തു പോയ ആളാ സത്യേട്ടൻ. എന്താ കാര്യം? സത്യേട്ടന്റെ സത്യത്തിനൊന്നും ഇപ്പൊ ഒരു വിലയില്ല. നീ മോൾക്ക് ഇത്തിരി പായസം കൊടുക്കൂ. വാ മോളെ. എന്നും അവര് തമ്മിൽ പിണക്കവും വഴക്കുവാ. ഒരു വീടാവുമ്പോ അതൊക്കെ പതിവാ. വീടും കുടുംബമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എന്നാലും ഇത് ഇത്രയ്ക്ക് അങ്ങോട്ട്. കവിതയും പ്രസംഗമായി നടക്കണേന്റെ ഇടയില് മീരെ ശരിക്കും അവഗണിക്കുന്നുണ്ടാവും സത്യൻ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോ തൊട്ടേ ഇത് തന്നെയല്ലേ. മീര എന്നോടും പറഞ്ഞിരുന്നു. ഇങ്ങനെ പോയാ ഇതെവിടെ എത്തും അമ്മേ? സത്യം ശ്രദ്ധിക്കണ്ടേ? ആരാ ശ്രദ്ധിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈയിടെ ഒരു ദിവസം സത്യം പറയുക മടുത്തൂന്ന്. കണ്ണ് നിറഞ്ഞിട്ട് അവനത് പറഞ്ഞത്. സതീഷ് സർ, ഒരു മിനിറ്റ്. എന്താ? പോണ വഴിക്ക് എന്നെ ഒന്ന് ബേബി ഹോസ്പിറ്റലിന്റെ മുന്നിൽ വിടോ. അല്ല, അതിപ്പോ മൂന്തേട്ടൻ വിളിച്ചിരുന്നു. മൂന്തേട്ടന്റെ അച്ഛനെ പെട്ടെന്ന് എന്തോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക.
അല്ല ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. സാറ് പോണ വഴിക്കല്ലേ അല്ല, ഹോസ്പിറ്റലിൽ. ലളിതേ, പ്ലീസ് സാർ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കിപ്പോ പോവാം. എന്നാ പോട്ടെ, അടുത്ത മാസം 12-ന് വരാം. എന്താ എന്താ മോളെ? ചോദിക്ക്, നിങ്ങളുടെ പുന്നാര മോനോട് പോയി ചോദിക്ക് എന്താന്ന്. അമ്മ എന്താ എവിടെയെങ്കിലും ഇരുട്ടത്തിരിക്കണേ? ഒന്നുമില്ല, മീര എവിടെ? അകത്തുണ്ട്. നീ എവിടെയായിരുന്നു ഇതുവരെ? 1-2 പേരെ കാണാനുണ്ടായിരുന്നു, ഓഫീസ് കാര്യത്തിന്. മീരേ, ഈ നേരത്തെ കിടന്ന് ഉറങ്ങാൻ എന്താ നിനക്ക്? മീരേ, തൊട്ടു പോകരുത് തന്നെ. വന്നോ? ചുറ്റിത്തിരിയലൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലോ. ചുറ്റിത്തിരിയാനൊന്നും പോയതല്ല, 1-2 പേരെ കാണാനുണ്ടായിരുന്നു. 1-2 ആളെയല്ല, ഒരാളെ കണ്ട് ഞാൻ സ്കൂട്ടറിന്റെ പുറകിലെടുത്ത് കൊണ്ടുപോകുന്നത്. എവിടൊക്കെ പോയി എന്നിട്ട്? ഏതൊക്കെ റെസ്റ്റോറന്റില്, ഏതൊക്കെ പാർക്കില്? അതോ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ കഴിച്ചു കൂട്ടിയിട്ടാണോ ഈ വരവ്? മീരേ, സൂക്ഷിച്ച് സംസാരിക്കണം. വേണം, ഞാൻ സംസാരിക്കുമ്പോ വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് തോന്നി വസം പോലെ എന്തോ ആവാം. സ്കൂട്ടറിന്റെ പിന്നിൽ ഒരു പെണ്ണിനെ ഇരുത്തി അവളോട് കൊഞ്ചു കുഴഞ്ഞ് ടൗണ് മുഴുവൻ ചുറ്റിയടിക്കാം. അതൊന്നും തെറ്റല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതാ തെറ്റ്, മഹാ അപരാധം. മീരേ, ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ട് വിട്ടതാ ഞാൻ. അവരുടെ ഭർത്താവിന്റെ അച്ഛനെ. മിണ്ടരുത്, മിണ്ടി പോരുത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു നുണ ഉണ്ടാക്കി പറയുമെന്ന് എനിക്കറിയായിരുന്നു. ഇതിപ്പോ എന്റെ കൺമുന്നിൽ വന്ന് പെട്ടതുകൊണ്ട് ഞാൻ കാണാതെ ഇനി എന്തൊക്കെ, ഞാൻ അറിയാതെ ഏതൊക്കെ അലവലാതകളുണ്ട് കൂട്ടിന്. മതിയായി, മതിയായി എനിക്ക്. ഉണ്ടാവും, മതിയായിട്ടുണ്ടാവും. പിന്നെന്താ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാത്തെ? ഓ, സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഭാര്യ വേണമല്ലോ കവിക്ക് മറ്റു പെണ്ണുങ്ങളുമായി കൂത്താടാൻ. കുറെ കൂടുന്നുണ്ട് നിന്റെ നാവിന്റെ നീളം. കവി കവി നാക്ഷേപിക്കുന്നുണ്ടല്ലോ നീ. കഴിഞ്ഞ 2 വർഷത്തിനിടെ എന്റെ ഒരൊറ്റ കവിത നീ മറിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനാ ഞാൻ വായിക്കുന്നേ?
അതൊക്കെ വായിച്ചു പുകഴ്ത്താനും ആരാധിക്കാനും പ്രേമിക്കാനും വേണമെങ്കിൽ അന്തിക്കൂട്ടിന് വരെ ധാരാളം പേരുണ്ടല്ലോ. ഈ ഊണെടുത്ത് വെച്ചു മോനെ, വന്ന് കഴിക്കൂ. അമ്മ കഴിച്ചോളൂ. നീയും കൂടി വരൂ. ഉച്ചയ്ക്കോ നിന്റെ കൂടെ ഇരുന്ന് കഴിച്ചില്ല. അമ്മ കഴിച്ചോളൂ, എനിക്ക് വിശപ്പില്ല. രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ സത്യ. ഒരാൾ വല്ലാണ്ട് ഒച്ചയിടുമ്പോൾ മറ്റേയാൾ താഴ്ന്നു കൊടുക്കണം. എന്നിട്ട് എത്ര ഞാൻ സഹിക്കുക? ഓഫീസിലൊരു പെൺകുട്ടിയെ അത്യാവശ്യത്തിനൊന്ന് ഹോസ്പിറ്റൽ വിട്ടു, അത് നേരാ. അതിനാ ഇപ്പോൾ അവൾ എന്നെപ്പറ്റി ഇത്രയും പറഞ്ഞത്. അമ്മയും കേട്ടുല്ലോ. എന്താ ഞാൻ ചെയ്യേണ്ട അമ്മേ? നിങ്ങളൊക്കെ കൂടി ഉറപ്പിച്ചാണല്ലോ കല്യാണം. പറഞ്ഞതാ എനിക്ക്. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ഇണക്കും പിണക്കും ഒക്കെ സാധാരണയാ മോനെ. ഇണക്കോ? എവിടെ ഇണക്കം? പിണക്കമല്ലാതെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇന്നേ വരെ? പോട്ടെ മോനെ, അവളുടെ വിവരമില്ലായ്മയാ. നീ അങ്ങ് ക്ഷമിക്കൂ. ക്ഷമിക്കണുണ്ടല്ലോ. അതാണല്ലോ ഇപ്പം എൻ്റെ പ്രധാന ശീലം, ക്ഷമാശീലം. വരൂ, വന്ന് എന്തെങ്കിലും ഇത്തിരി കഴിക്കൂ. അമ്മ കഴിച്ചോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഭക്ഷണം ഇങ്ങനെ അനാവശ്യമായി കളയാന്ന് വെച്ചാല് കഷ്ടമുണ്ട്. എത്ര ആൾക്കാരാ നാട്ടില് പട്ടിണി കിടക്കണേ. ഇവിടെ ഇപ്പോ ഇന്നലെ ഇവിടെ ആരും അത്താഴം കഴിച്ചില്ലാന്ന് തോന്നുന്നു. ഒക്കതേ ഇപ്പൊ ഞാൻ കൊട്ടിക്കളഞ്ഞില്ലേ. എന്താ ഉണ്ടായത് അമ്മേ? എന്താ ഇവിടെ ഉണ്ടായേ? പതിവ് പോലെ മീരക്കുഞ്ഞു വല്ലതും? നോക്കൂ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ഇടപെടണ്ട. ജോലി നോക്കുക, പോവുക കേട്ടോ. എനിക്ക് കഴിയൂ അമ്മേ അതിന്? ഇത്രയും കാലമായിട്ട് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയല്ലേ ഞാൻ. ഇതുവരെ ഒരു ജോലിക്കാരിയുടെ മട്ടിലും മാതിരിയിലും അമ്മ എന്നെ കണ്ടിട്ടുണ്ടോ? എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അമ്മേ, ഇവിടെ ഒരു വിഷമം വരുമ്പോ സങ്കടം ഉണ്ടാവില്ലേ എനിക്ക്? ആ എന്റെ തിരുതാലിക്കാവിലമ്മേ. ഹലോ. നല്ല ആളാ. 9:45 എത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്ര നേരമായി കാത്തു നിൽക്കണമെന്നറിയോ? ഇപ്പൊ നേരെ എത്രയായി? അതിപ്പോ അരമണിക്കൂറിലെ വൈകുള്ളൂ. അരമണിക്കൂർ എന്ന് വെച്ചാൽ ചില്ലറ കാര്യ. 9:45 കാത്തു നിന്നോളാൻ പറയാ, എന്നിട്ട് മറന്നു എന്ന് പറയാ. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ മറന്നാലോ? ഇങ്ങനെയല്ലല്ലോ ഇതുവരെ എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നെ ഇങ്ങനെ മറക്കാൻ ഞാൻ എന്തെങ്കിലും... ലളിത അവിടെ തന്നെ നിന്നോളൂ, ഞാനിപ്പോൾ എത്താം. ഇല്ലില്ല, വൈകില്ല. ഓക്കെ. എന്താ നിന്റെ ഭാവം? എന്താ നിന്റെ ഭാവം? എനിക്ക് പേടിയാ.
വെറുപ്പാ നിങ്ങളെ. ആ പെണ്ണിന് വേണ്ടി നിങ്ങൾ എന്നെ കൊല്ലാനും മടിക്കില്ല. എന്തൊക്കെയാ നീ പറയണേ? ഒന്നും പറഞ്ഞില്ല, ഇനി ഒന്നും പറയാനും പോണില്ല. ഞാൻ പോവുക, അത്ര തന്നെ. പോവേ? എങ്ങോട്ട്? എന്താ, എനിക്ക് വീടും വീട്ടുകാരും ഒന്നും ഇല്ലെന്നാ വിചാരം? മീരെ, ഒച്ച വെച്ച് പേടിപ്പിക്കണ്ട. നിന്റെ ഇഷ്ടപ്രകാരം ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട്. അതെ, എന്റെ ഇഷ്ടപ്രകാരം തന്നെ. ജീവന് കൊതിയുള്ളതുകൊണ്ട് 2 കൊല്ലായി ഞാനിവിടെ വന്നു കയറിയിട്ട് സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നോട്? പോട്ടെ, നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാവുമെന്ന് കരുതി ഞാൻ സമാധാനിച്ചു. ഇനിയിപ്പോ എനിക്ക് വയ്യ. മീരെ, ഞാൻ പറയുന്നത് നീ സാവകാശം കേൾക്ക് മീരെ. വേണ്ട, സാവകാശം കേട്ട് കഴിയുമ്പോഴേക്കും എന്റെ അച്ഛനും അമ്മയും കാണാൻ എനിക്ക് യോഗം ഉണ്ടാവില്ല. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് മീരെ. ഭാവിയിൽ നീ ദുഃഖിക്കേണ്ടി വരും. ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ഇതുവരെ ഈ 2 കൊല്ലം ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയായിരുന്നല്ലോ. ഇനി ഭാവിയിൽ ദുഃഖിക്കാൻ. മോളെ 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 എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിച്ചിട്ട്? വാശിയല്ലമ്മേ, എനിക്കിപ്പോ പേടിയാ. പേടിച്ച് ജീവനും കൊണ്ട് ഓടുക ഞാൻ ഈ വീട്ടിൽ നിന്ന്. എന്നാലും മോളെ ഒന്നും കൂടി ആലോചിച്ചിട്ട്. പോവാണേ പോട്ടമ്മേ. അമ്മ പറയാറില്ലേ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പോട്ടെ. അതെ, ഞാൻ പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് വലിച്ചെറിഞ്ഞേക്ക്. കത്തുന്ന പന്തങ്ങൾ ധാരാളം ഉണ്ടല്ലോ കൂടെ നിൽക്കാൻ. നിർത്തിക്കോ, അതിലേതെങ്കിലും ഒരെണ്ണത്തിന് പിടിച്ച് കൂടെ നിർത്തിക്കോ. ആഹാ, നീ എന്താ പെട്ടെന്ന്? അതെ, പെട്ടെന്ന്. സത്യം വന്നില്ലേ മോളെ? ഇല്ല, അതെന്താ? ഞാൻ ക്ഷണിച്ചില്ല, അതുകൊണ്ടാവും. നീ എന്താ മോളെ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? സത്യനോട് പറയാതാണോ പോകുന്നത്? ഛേ, എന്താ ഇത്? എന്താ ഉണ്ടായത്? ഉണ്ടായതൊക്കെ ഇപ്പൊ ഇവിടെ വിസ്തരിക്കണോ ഞാൻ? സമാധാനപ്പെടുമോളെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക്. അമ്മയോട് പറ, എന്താ ഉണ്ടായത്? എന്തൊക്കെയാ നിങ്ങൾ അയാളെ പറ്റി എന്നോട് പറഞ്ഞിരുന്നത്? തറവാട്ട് മഹിമ, പാരമ്പര്യം, ഉയർന്ന വിദ്യാഭ്യാസം, MA ഫസ്റ്റ് ക്ലാസ്, വിദ്യാസമ്പന്നൻ, സംസ്കാര സമ്പന്നൻ. ആ മനുഷ്യനെ പുകഴ്ത്താൻ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നല്ലോ. പറഞ്ഞാലും മതിയാവില്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോ കണ്ടു ഞാൻ അയാളുടെ യഥാർത്ഥ മുഖം. എന്ത് കണ്ടൂന്നാ നീ പറയണത്? പറ, എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ അങ്ങോട്ടില്ല, അത്ര തന്നെ. That's it. Full stop.